ഞങ്ങള് വള്ളിക്കാട് പോവാണ്. വേഗം വാ, പോര് പോര്. അമ്മയ്ക്ക് വേണ്ടേ? ഞങ്ങള് പോവാണ് കേട്ടോ, പോവാണേ, വള്ളിക്കാട്ടിക്ക് പോവാണ്. പോവാട്ടോ അച്ഛാ. ബൈ 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 മുത്തശ്ശി, പോട്ടെ, ടാറ്റാ. അക്കു, നമ്മൾ എങ്ങോട്ടാ പോണേ? അച്ഛന്റെ വീട്ടിലേക്ക്. അച്ഛന്റെ വീട് എവിടെയാ? വള്ളിക്കാട്. പറ്റിക്കലാക്കോ, നല്ല പുഴയാണത് അല്ലേ? അമ്മു ചേച്ചി ബർത്ത്ഡേ കഴിഞ്ഞിട്ട് വരില്ലേ? ഇതാണ് കേട്ടോ അമ്മു ചേച്ചി. എവിടെ ജുക്കു? ഇവിടെ അങ്ങോട്ട് വരൂലേ? വീട്ടിക്ക് വരില്ലേ? നിനക്ക് ലീവല്ലേ? ഇത് എന്റെ ഏട്ടത്തിയമ്മയാട്ടോ, പക്ഷെ ഞങ്ങൾ എടാപോട ഫ്രണ്ടാണ്. എപ്പോഴാ വീട്ടിക്ക് വരാ? നിങ്ങൾ എപ്പോഴാ വരും ചിന്തു? പരിപാടി കഴിഞ്ഞിട്ട് അല്ലേ? ഓക്കെ ഓക്കെ, ബൈ. ഇന്ന് നിങ്ങൾ പോട്ടെ. സുഭാഷന്റെ വീട്ടിക്ക് പോവാണ് കേട്ടോ. വള്ളിക്കാടാണ് പേര്, പേര് പോലെ തന്നെയാണ്, കുറച്ച് ഉള്ളോട്ടാണ് കേട്ടോ ഞങ്ങള്. അച്ഛൻ അതിലൊക്കെ നോക്കണൊന്ന്. നമ്മള് കടയിൽ പോയേ, അന്ന് ഗോളിസോടെ അവന്ന് തുറന്നു ഒന്ന് പൊട്ടിക്കാൻ പറ്റുമോ? എന്തിനു വരണം? അന്നെ എടുത്തിട്ട് പോ, ഞാൻ എങ്ങോട്ടും പോണില്ല. അതിന് ഇതാ നമ്മളെ വീട് കേട്ടോ. എന്താ ഉമ്പാച്ചുണ്ണിയൊക്കെ ഉണ്ടല്ലോ, ഉമ്പാച്ചുണ്ണി ഉണ്ടല്ലോ. ഫുഡ് കഴിച്ചങ്ങള്? എന്താ അച്ഛമ്മ നമുക്ക് എടുത്തു വെച്ച മാങ്ങയാണ്. കണ്ടോ കണ്ടോ, കിളീനെ കാട്ടി ഓടിച്ചെടുത്ത് വെച്ചാൽ അത്ര നമുക്ക് വാങ്ങാണ്ടോ? അച്ഛമ്മേനോട് ചോദിച്ചു നോക്ക്, അച്ഛച്ചയെ ചോദിച്ചു നോക്ക്. അച്ഛാ മാങ്ങ എടുക്കാന്ന്. കണ്ണഞ്ചൂട്ടി മീനുണ്ട് കേട്ടോ, അമ്മ പിടിച്ചു തരാട്ടോ കുപ്പിയിൽ നിന്ന്. ഇതാണ് ഞങ്ങളെ നാടേ, സുഭാഷേട്ടൻ്റെ വീട്. ഇവിടെ കുറച്ച് നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ, ഞങ്ങളെ നാട് പോലെയല്ല. അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മീൻ പിടിക്കാം കേട്ടോ. മൂന്നൊന്നും അല്ല, ഇഷ്ടം പോലെ മീനുണ്ട്, നമുക്ക് പിടിക്കാം കേട്ടോ. ഉപ്പ് മാറ്റണോ? ചാച്ച പോവാണ്, ചാറ്റ കൊടുക്കുക ചാച്ചയ്ക്ക്. ടാറ്റാ. കമ്മലിട്ട് മതിയായ ശ്രീമോളെ 4 വയസ്സായിട്ട് ജനിക്കൊക്കെ ഇടുക. ചുമ്മാ അതിന്റെ വിവരം അറിയില്ല. എന്തൊക്കെയാ അച്ഛൻ നമുക്ക് എടുത്തു വെച്ചത്? മയിലൊക്കെ വരും കേട്ടോ, ഞങ്ങളെ പറമ്പിൽ മയില് വരും. അതൊക്കെ ഞങ്ങളെ അമ്മ ഉണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ. താഴട്ടെ ചോദിച്ചാൽ ഇപ്പം മയില് വന്നില്ല കുഞ്ഞാ, ഒച്ച കേട്ടു പക്ഷെ വന്നില്ല. ക്ലീൻ ആട്ടണ പോലെ മയില് വന്ന് അവിടെ ആട്ടുകയാണ് ഇത്രേ. പയറും കുഴിച്ചിട്ടും ഒക്കെ തിന്നുന്ന പറയണ. അതെന്താ അതെന്താ? അത് മയിലല്ല, അത് ഉമ്പാച്ചുണ്ണി, പശു. പശുവാണ്, പശു കേട്ടോ. 3 പശുല്ല, ഒരു പശുവേ ഉള്ളൂ കേട്ടോ. അച്ഛന് പശു ഇല്ല, അച്ഛന് പശു ഇല്ല. അച്ഛന് കുറെ മയിലുണ്ട്, ഇപ്പൊ വരൂ കേട്ടോ. അച്ഛൻ മയിലിനെയാണ് ഇവിടെ വളർത്താറ്. മയില് വരും, പയറൊക്കെ അച്ഛൻ ഉണ്ടാക്കണ പയറൊക്കെ തിന്നും. അച്ഛൻ ഇവിടെ കുഴിച്ചിടുന്നൊക്കെ മയിലാണ് ഇത്ര നശിപ്പിക്കുന്നത്. ഇപ്പൊ അച്ഛൻ്റെ മുകളിലൊക്കെ വന്നിരിക്കും മയില്. എന്ത് ശരിയാ അത്? ഇതാ അമ്മ ഇങ്ങനെ തന്നാ ശരിയാവൂല, ഇങ്ങനെ തന്നാ അത് പോയി പോവും. അമ്മ ഒരു ചേമ്പിന്റെ ഇല എടുക്ക്. അക്കു ഒരു ചേമ്പിന്റെ ഇല, നന്ദയ്ക്ക് കിട്ടൂല. ഇതാ അമ്മ പിടിച്ചു വെച്ചിട്ടുണ്ട് നന്ദയ്ക്ക് വേണ്ടിട്ടോ. ഇതിനെ ഉണ്ടോ? ഈ മീനിന്റെ പേരെന്താണെന്നറിയോ? തവളപ്പൊട്ടനാണോ? പൊട്ട, തവളപ്പൊട്ടൻ തന്നെ, തവളയാ. മീനാണ്. അതാ നന്ദ, നന്ദ അങ്ങോട്ട് നോക്ക്. അങ്ങനെ പിടിക്കാൻ പറ്റൂല.
എന്തിന്? ഇതിലെന്നെ കളയാനോ? അതെന്തിനാ? ഏ പാവാണോ? നന്ദ പറയണ പാവല്ലേന്ന് കളയാൻ. ഞാൻ ഇതിൽ തന്നെ കളയാട്ടോ. അതിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാവില്ലേ നന്ദ? അങ്ങനെയൊന്നും കിട്ടൂല മോനെ. കൈയോണ്ട് പിടിച്ചു തന്നാൽ ഇപ്പം കടയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് വേണ്ടത് വാങ്ങിച്ചത്. കൈയോണ്ട് പിടിക്കണം. നടക്കണ കാര്യമല്ല ആക്കും അതൊന്നും. ആ പിന്നെ 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 കിട്ടി. തൽക്കാലം വിട്ടേക്ക് പോര്. ചോറുണ്ടിട്ട് പോരാ. വാ ചോറിണ്ടിട്ട് എന്നാ ഇന്ന് ചോറിനെല്ലാം ഉണ്ടാവില്ല. എന്താ എന്താ പാമ്പുണ്ടാവട്ടെ അതില്. പാമ്പുണ്ട്. ആ കിട്ടിയതായിരുന്നു. കിട്ടൂലക്കൂ. അണക്കൊന്നും അത് കിട്ടാൻ പറ്റില്ല. നീ അതൊന്നും കിട്ടിയാ ശരിയാവൂല മുത്തേ. അത് കിട്ടൂല നിനക്ക്. ലാസ്റ്റ് വരെ എടുക്കാൻ ടൈം ഉണ്ട്. അല്ലാതെ എന്തെങ്കിലും പിടിച്ചിട്ട് കാര്യമില്ല. നോക്കത് വെള്ളത്തിൽ കളിക്കണം. കഴിഞ്ഞു കേട്ടോ. ഇനി 5 മിനിറ്റും കൂടി ഉള്ളു അക്കുവിന് ടൈം. ഞാൻ 5 മിനിറ്റ് കൊണ്ട്. എന്നാ പിടിച്ചോ. 5 മിനിറ്റ് കൊണ്ട് ഞാൻ പിടിച്ച് കാണിച്ചു തരാം. 1 മിനിറ്റ് കൊണ്ട് പിടിച്ച് കാണിച്ചു തരാം. വേണോ? കിട്ടിയോ? മോര് കാച്ചിയതാ. അങ്ങനത്തെ കറിവേപ്പില. കളിക്കാൻ കിട്ടിയ ഒരു അവസരം നന്ദ കളയുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഓളോടാണോ പറയണത് കഴുകാനൊക്കെ? നന്ദ അപ്പൊ ഇതിന് അച്ഛനും അമ്മയില്ലേ? ഈ അല്ലേ പറഞ്ഞ അച്ഛനും അമ്മയുണ്ട് കളയാന്? നന്ദ പിടിച്ച മീനെ ആലും കഴിക്കോ. ചോറുണ്ടിട്ടോ. നമുക്ക് കുറേ മീനെ പിടിക്കണേ. ശടാ അത് തിന്നൂല നന്ദ. അത് ഇനി വാ കൈ കഴുകി നമുക്ക് ചോറുണ്ടിട്ട് ഞങ്ങൾ വരാട്ടാ. ചോറുണ്ടിട്ട് വലിയ മീനെ പിടിച്ചു തരും. വാ ആശാനെ. നമ്മ തിന്നോക്കട്ടെ. ഇതെന്താന്ന്? അത് വാഴ. കാല് ചന്ദനപ്പിടിയിട്ടിരിക്കും. ഇതാ കുഞ്ഞിപ്പാത്രാണ് ഇത്രയും നന്ദയ്ക്ക്. ഇതാക്കൂന് കേട്ടോ. എന്തോ വായിൽ കൊടുത്തു. ചീരയില് മുളകിനിട്ടിട്ടില്ല. എന്താ പറയാ നല്ല എടുക്കണം കേട്ടോ. മതി മാമൂന്നാണ്. ഇതൊന്നും നോക്ക്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? മീനൊന്നും കാണുന്നില്ലല്ലേ നന്ദ? വായു നമുക്ക് പോവാം. നന്ദ റോസാപ്പൂവാണ് കേട്ടോ. അപ്പൂ അപ്പൂസേ എവിടുന്ന ഉറവ്? ഈ ഇങ്ങനെ തള്ളല്ല ജുക്രു. എന്ത് തള്ള ജുക്രു അതൊക്കെ? ഈ മീനെ കണ്ടിട്ടുണ്ടടാ? കണ്ടിട്ടുണ്ട്? ഈ ഏട്ടിയോ? ഇതെന്റെ ചേച്ചിയല്ലേ? കുഴപ്പമൊന്നുമില്ല അല്ലേ? സ്നേഹം കൂടുതലുണ്ടാല്ലേ? ജുക്രു ഒറ്റയടിക്ക് മീനെ പിടിച്ചു. കണ്ടോ കണ്ടോ കണ്ടോ? ആ കളയണ്ടടാ. അതിൽക്കിട്ടാള് അത് ചത്തുപോകും. പേരെന്താ? കണ്ണാഞ്ചൂട്ടി നന്ദാ. കണ്ണാഞ്ചൂട്ടി. ഈ മലേന്റെ മുകളിൽ വരുന്ന വെള്ളം അത് സത്യം പറഞ്ഞേ. സത്യം പറയാവൂ. ഈ സത്യം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് സത്യം പറയാവൂ. പുറകില് വലിയൊരു കക്കൂസും കുഞ്ഞുണ്ട്. അതില് ഞാൻ വടിയെടുത്തു ഒറ്റേറാ. മേളിന്നെന്തോ സാധനം താഴ്ക്കായിരുന്നു. പാമ്പാ. മൂർക്കൻ പാമ്പാണ്. മൂർഖനോ? നീർക്കോലി ആയിക്കൂടെ? എന്താണ്? ഈശ്വര. ജുക്രോ ജുക്രോ ജുക്രോ
അല്ല അപ്പുച്ചേച്ചി പറഞ്ഞു സത്യം. ജുക്രു കുറച്ചൊന്ന് താത്തി പിടിക്കടാ. അനാക്കോണ്ടേനെ പിടിച്ചവനാണ് കേട്ടോ. എന്താണ് ഇവരൊക്കെ ചെരുപ്പ് ഊരിയിട്ട് വെള്ളത്തിൽ ഇറങ്ങല്ലേ. എന്താ ഇവന്മാര് പലതും കാണിക്കും, അതൊന്നും കണ്ട് നീ കാണിക്കില്ല. എന്താ സാരല്ല, ഞാൻ ഇതിൽ കൊറേ ഇറങ്ങിയിട്ടില്ല. നല്ല വെള്ളം വരുന്നത്. നല്ല വെള്ളം? ആ നല്ല വെള്ളം. ഒരു കാര്യം കാണിച്ചിരുന്നു. കുറച്ചും കൂടെ അങ്ങോട്ട് ചെന്നാല് ഇത്രയ്ക്കും പോണോ, കണ്ടു ഇത്രയ്ക്കും പോന്ന കുറച്ചും കൂടെ ചെന്നാൽ ഇത്രയ്ക്കും പോന്ന നീണ്ട കാണാം. കുറച്ചും കൂടെ അങ്ങോട്ട് ഉള്ളിലോട്ട് എന്താ സുവച്ച അടിക്കൂട്ടന്നെ. സുഭാഷേട്ടാ ഇവര് ചെരുപ്പ് ഊരിയിട്ട് ഇറങ്ങുന്നുണ്ട്. ഇതാ ചെരുപ്പൊക്കെ ഊരിയിട്ട് വെള്ളത്തിൽ കളിക്കുന്നു. അമ്മ പാമ്പി ഉണ്ടാവുമോന്ന്. പാമ്പി എന്തായാലും ഉണ്ടാവും, വലിയ പാമ്പി. ജുക്രു ചേട്ടൻ എന്താ പറഞ്ഞറിയോ, അനാക്കോണ്ട ഉണ്ട് ഇത്രേ. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ. ചാക്കില് വെച്ചു. എന്റെ നന്ദ എന്താ നന്ദ അത്? അയ്യോ അത് തട്ടിയിടല്ലേ, അമ്മ വീട് പണി നടക്കണേണ്. നന്ദ വീണ വീഴ്ചയാണ് കേട്ടോ അത്. എന്റെ അച്ഛൻ നന്ദ സുവച്ചനൊന്ന് കാണിച്ചു കൊടുക്ക്. കാലിലല്ല സന്തോഷായില്ലേ? സന്തോഷായില്ലേ? അടച്ചോ പൈപ്പ് അടച്ചോ. പൈപ്പ് അടയ്ക്കുന്നെന്താ? അനാക്കോണ്ട ഉണ്ടാവും. ജുക്രു ചേട്ടൻ കണ്ടതാണ്. എന്തേ പോന്നേ? പറ്റുമോ? ഏത് ഇങ്ങനത്തെ കാലല്ല അവള് കടിച്ചു പൊട്ടിച്ചത് അല്ലേ? നല്ലോണം റിസ്ക് എടുത്തിട്ടുണ്ടാവില്ലേ? എല്ലാം പറഞ്ഞ അവസാനം ഒരു കിളിയാ അല്ലേ? എല്ലാം പറഞ്ഞ അവസാനം രംഗച്ചൻ കാണിച്ചില്ലെങ്കിൽ നന്ദ കാണിക്കും അല്ലേ? ജുക്ക് ഒന്ന് കൊടുക്കടാ. എടാ കൊമ്മി ജുക്കോ. ഇത് താത്തമ്മേന്റെ ആടുംകുട്ടിയല്ലേ? എന്റെ കുട്ടീനെ എന്റെ കുട്ടി ഒന്നും കാട്ടൂല കേട്ടാ. എന്റെ കുട്ടി ഒന്നും കാട്ടൂല കേട്ടാ. നമ്മുടെ മുന്നത്തെ ആടഞ്ഞല്ലേ? അല്ല അല്ലേ? വെറുതെ അല്ലേ? ഓളാണെങ്കിൽ കുത്തിയിട്ടല്ലേ കഴിഞ്ഞേനെ. ഇതെന്താ സാധനം? അടങ്ങിയിരിക്കുന്നില്ലേ അത്? നന്ദ ഉറക്കിയോ? എന്താ പാട്ട് പാടിയിട്ടാണോ ഉറക്കിയത്? കത്രയ്ക്ക് കൊണ്ടുപോയാലോ നമുക്ക്? വേണ്ട, നമ്മളെ ബെഡിൽ കിടത്താ. കത്രയ്ക്ക് കൊണ്ടുപോയാലോ? വേണ്ട, നമ്മളെ ബെഡിൽ കിടത്തണ്ട. വേണോ? അത് ഓക്കെയാണ്. നന്ദ ആടുംകുട്ടീനെ കൊണ്ടുപോകുന്ന ആടിന് പേടിയാവുണ്ട് കേട്ടോ. അച്ചടാ അവന്റെ കൈമ കിടക്കുന്ന പോലോ. അവന്റെ കൈമ കിടക്കുക. അമ്മ ഒഴിഞ്ഞു കൊടുക്കുമ്പളേ കൈമ ഒട്ടി കിടക്കുക കണ്ടോ. അമ്മ അങ്ങനെ ഒഴിഞ്ഞു കൊടുത്താൽ അത് ഉറങ്ങും. അതാ ചേച്ചിക്ക് നമ്മളാടുംകുട്ടി. ആടിന്റെ കുട്ടിയും പോവാണ്. എന്താ? അയ്യോ അപ്പൊ അമ്മ വരണ്ടേ? നന്ദ അമ്മേനെ കൊണ്ടുപോവോ? ഇല്ലാന്ന്. ഞാൻ പോവാട്ടോ മയിലിനെ കാണാന്. ഞാൻ മീൻ പിടിക്കാട്ടാ. നന്ദ വരുവോ? ഞാൻ മീനിനെ പിടിക്കാൻ പോവാണ്.
ഇവിടുത്തെ അത് ആര്യവേപ്പിന്റെ തണ്ട് കുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല ചൊറിയും വിട്ടുക അമ്മ കാണിച്ചു തരാം. ഇങ്ങനെ 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 അച്ഛമ്മ നന്ദക്കുട്ടിക്ക് പറിക്കാൻ വേണ്ടി എടുത്തു വെച്ച പയറാട്ടോ. അമ്മേ വലിച്ചു പറിച്ചെടുക്കുന്ന പയർ അങ്ങനെയല്ല പൊന്നു പറിക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാ ഇങ്ങനെയാണ് പൊട്ടിക്കുക. എന്നാ പിടിച്ചോ. നമുക്ക് ഉപ്പേരി വെക്കാനുള്ള പയറാണ് ഇത് കേട്ടോ. അങ്ങനെ പൊട്ടിക്കാം. നന്ദയാണ് എനിക്ക് ഉപ്പേരിക്ക് പയർ പൊട്ടിക്കലേ. ആ അയ്യോ അത് ചെറുത് പിന്നെ അത് പറിക്കണ്ട, അത് വലുതാവട്ടെ. അതൊക്കെ പറിച്ചമ്മ. ആ ബാ ഇവിടുത്താ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. ആ അമ്മ പിടിക്കാം. നന്ദ എന്നിട്ട് വീട്ടിലെത്തിയിട്ട് അമ്മയ്ക്ക് പൊട്ടിച്ചു തരണം കേട്ടോ. വെരി ഗുഡ്. ഇരുന്നാണോ കൊമ്പിട്ടൊന്ന് വറക്കി പൈസത്തോളം എനിക്ക് ഇരുന്നാ വറക്കിന്. അമ്മേ പയറ് പറിച്ച് വീണ് പോയി കുട്ടി. അമ്മയ്ക്ക് പിടിക്കാം. അമ്മ പിടിക്കാം കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം നന്ദ എത്രാമത്തെ ഡ്രസ്സാണ് നന്ദ അത്? ഒന്നൊന്നര പഴക്കലായിപ്പോയി ട്ടാ. ഓനെ ചിരിപ്പിക്കാൻ വേണ്ടി രണ്ടാമത് വീണതാട്ടോ. ഇനി കഴിക്കട്ടോ. ഓനെ ചിരിപ്പിക്കാനാണത് ആ വീഴ്ച. ഇത് കണ്ട് ചിരിക്കാൻ ഇവിടെ ഒരാളുണ്ട്, അതിനാണ് കണ്ടോ. നന്ദ അങ്ങനെ ചിരിപ്പിക്കാൻ ബെസ്റ്റല്ലേ നന്ദ. ഇത്ര പയർ കിട്ടിയില്ലേ. അമ്മ പിടിക്കാം. ഇവിടെ അമ്മ ഒറ്റയ്ക്ക് കുഴിച്ചു തന്നെ കേട്ടോ അതൊക്കെ. ഞങ്ങൾ വരുമ്പോൾ പയർ നന്ദേനെ കൊണ്ട് പറപ്പിക്കാന്ന് പറഞ്ഞ് അമ്മ എടുത്ത് വെച്ചതാണേ. ഞങ്ങളെ ഏരിയ അങ്ങനെ ഫുൾ പച്ചപ്പാണ് കേട്ടോ. ആ ആ ഇത് ഞങ്ങളെ ചെറിയൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അമ്മ അവിടെ അങ്ങനെ അമ്മേൻ്റെ വക കൃഷിയൊക്കെ ചെയ്തതാട്ടോ. പൂക്കളും അതൊക്കെ കുഴിച്ചിട്ടുണ്ട് അമ്മ. വീട് ആ സൈഡിലായിട്ട് വരും കേട്ടോ. ഇവിടുന്ന് നേരെ കാണൂല. ഇവിടുന്ന് വീടുകളുടെ മറവിലാണ് കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു മല ഉണ്ടേ. ഈ മലയിൽ നിന്നാണ് മയിലിറങ്ങി വരിക. രാവിലെ ആകുമ്പോൾ കുറേ മയിലിറങ്ങി വരും. എന്നിട്ട് അമ്മ കുഴിച്ചിട്ട് ഈ പയറൊക്കെ നശിപ്പിക്കുന്ന അമ്മയ്ക്ക് എപ്പോഴും സങ്കടമാണ്. ഞങ്ങൾക്ക് മയിലിനെ കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. ഇത് ചെറുപയർ പയറാ? വൻപയറോ? ഓള് തിന്നും. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ പയറ്. ഞാൻ കടലയൊക്കെ വെള്ളത്തിലിട്ടാലേ ഓക്ക് കഴിക്കാൻ വേണം. നല്ല ചോക്ലേറ്റ് തിന്നണ പോലെ ഉണ്ട്. തുമ്പപ്പൂ കണ്ടോ നന്ദ? ഇവിടെ നിന്ന് ഒടിച്ചിടല്ലേ നന്ദ, വീട്ടിൽ ചെന്നിട്ട് ഒടിച്ചിടാ പയറ്. അമ്മ കരിയേപ്പും വാഴയും പയറൊക്കെ നട്ടേക്ക് കേട്ടോ ഇവിടെ. ആ മൈലാഞ്ചിയും കുഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ മൈലാഞ്ചി അരക്കണം കേട്ടോ. നമുക്ക് നാരങ്ങ ഉണ്ടോ? ഇങ്ങനെയാ നാരങ്ങ ഉണ്ടാവുക. കണ്ടോ കണ്ടോ? ബോളല്ല നാരങ്ങ, ബോളല്ല കേട്ടോ. പാഷൻ ഫ്രൂട്ടാണേ, പറിക്കരുതേ. അതായിട്ടില്ല, പച്ചയാണ് കേട്ടോ. തൊടണ്ട കേട്ടോ. അത് കുഞ്ഞേത്, അത് ചെറുതാണ് കേട്ടോ. അത് വലുതായിട്ട് പാഷൻ ഫ്രൂട്ട് വലിയ പാഷൻ ഫ്രൂട്ട് ആവും. ഓക്കത് എന്താണെന്നറിയില്ലേ. ഓള് കടിച്ചു നോക്കിണ്ടാവും. ഇത് ഞങ്ങളെ നാട്ടിന്റെ വൈകുന്നേരത്തെ അവസ്ഥ കേട്ടോ. നല്ല തണുപ്പ് വരും. ഇനി ഒരു 7 o'clock ആയ നല്ല കൂളിംഗ് എഫക്ട് കിട്ടും. മഴയൊക്കെ പെയ്യും. അതെയോ? എന്നും പെയ്യോ മഴ? ആ കുറച്ച്. ഇപ്പൊ മേഘമൊക്കെ ബ്ലാക്ക് കളർ ആയിട്ടുണ്ട്. ചെലപ്പോ പെയ്യായിരിക്കും. നാട്ടിൽ വന്നിട്ട് ആൾക്ക് കൊഞ്ചല് ഭയങ്കര കൂടുതലാട്ടാ. ആരാ? ജിഷ്ണു മാമന്റെ അച്ഛനാണ്. കോക്കു മറ്റേ വണ്ടി കട്ടപ്പുറത്ത് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ കാറാണ് കോക്കുവിന്റെ ലക്ഷ്യം. ആര്? ഞങ്ങൾ അവിടുന്ന് പോന്നപ്പോഴേക്ക് ഇതാ ഞങ്ങളെ തെരഞ്ഞ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു ആൾക്കാര്. ഇതാ കണ്ടോ? ചന്തു, ഇതിപ്പോ എന്തെങ്കിലും പോകുന്നു? ഞങ്ങളെ കാണാൻ വന്നാണോ? കൃന്തിക്ക് രവ കൊടുക്കും. എടാ മോനേന്നാ വിളിച്ചേ.
ഇതാ അമ്മു ചേച്ചി പഠിപ്പിച്ചാ അവള് വെട്ടി മുടി. ഒരു സ്പെഷ്യൽ എന്താ ആരെയോ പോലെ ഉണ്ട് അല്ലേ? ഇവളെ കാണാൻ എനിക്ക് തോന്നിയായിരുന്നു. ഇത് മുടി ഞങ്ങള് എന്ത് ചെയ്യുന്നു? എങ്ങനെയാ എവിടെ പോയിട്ടാ? തിരുപ്പതി പോയിട്ട് അവള് മുടി കളഞ്ഞ കേട്ടോ. നല്ല മുടിയുള്ള ആളായിരുന്നു, വഴുവാടായിരുന്നു, നല്ല മുടിയുള്ള ആളായിരുന്നു കേട്ടോ. ആ ഫോട്ടോ ഉണ്ട്, നമുക്ക് അറ്റാച്ച് ചെയ്താലോ? ഈ ഒരു ഇല കൊണ്ട് ഇവിടെ തോരൻ വെക്കും കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. ഇത് ഏതാ ഇലയാണെന്നൊന്നും എനിക്കറിയില്ല. ഇതൊരു തരം ചീരയാന്നാ പറഞ്ഞത്. ഇതുകൊണ്ട് തോരൻ വെക്കലുണ്ട് ഇവിടെ. ആ തോരനാണ് ഇത്. നല്ല ടേസ്റ്റുള്ള ചീരയായിരുന്നേ. ഞാൻ ഈ ഒരു ടൈപ്പ് ഇല ആദ്യമായിട്ട് കാണുകയാണ്. പേടിച്ചു പോയി ചക്കൻ. ഓക്കെ ബൈ ബൈ. അമ്മയ്ക്ക് കുറവാണ്. ചെവി പൊട്ടുന്നക്കൂ. ആ ഓക്കെ ബൈ.